അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുസ്ലിം ലീഗിൻ്റെ വിളി കേട്ട് കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ അറബിക്കടലും മനുഷ്യക്കടലും ഒന്നായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മുസ്ലിം വിരുദ്ധ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിഷേധം, പ്രതിരോധവും പ്രക്ഷോഭവും താക്കീതുമായി മാറി കടപ്പുറത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ആ വഖഫ് സംരക്ഷണ പ്രക്ഷോഭം എന്നുള്ളതാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശത്തിന് മരണമണി മുഴക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ സംഗമം അറബിക്കടലിൻ്റെ ഓരത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് വീണ്ടും ഒരു ചരിത്രം കൂടി അടയാളപ്പെടുത്തി. കടപ്പുറത്ത് സംഗമിച്ച ആ സംഗമത്തിൻ്റെ ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ കൂടി നിറഞ്ഞു കവിഞ്ഞതോടുകൂടി സോഷ്യൽ മീഡിയ ഇടങ്ങളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ കൈയടക്കി. അതോടൊപ്പം തന്നെയാണ് മുനമ്പത്ത് കേന്ദ്രമന്ത്രി വന്നതിൻ്റെയും നന്ദി മോഡി എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് മുനമ്പത്തെ സമരക്കാരും BJP-ക്കാരും മോദിക്ക് നന്ദി പറയൽ ചടങ്ങ് ഒരുക്കിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചതും വാർത്തകളും ചർച്ചകളുമൊക്കെയായി നിറഞ്ഞു നിന്നത്. കേന്ദ്രമന്ത്രിമാർക്കും BJP നേതാക്കന്മാർക്കുമൊക്കെ വലിയ സൽക്കാരമൊക്കെ കൊടുത്ത് വലിയ ആഘോഷമാക്കിയ നന്ദി മോഡി പരിപാടി. പിന്നെയാണ് മുനമ്പത്തെ ജനങ്ങളെ സന്ദർശിക്കാനെത്തിയ കേന്ദ്രമന്ത്രിയായ കിരൺ റിജ്ജു പാർലമെന്റിലും രാജ്യസഭയിലും പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച വഖഫ് ഭേദഗതി നിയമവും മുനമ്പവും തമ്മിൽ ബന്ധമില്ലെന്ന് സമ്മതിച്ചതോടെയാണ് കേന്ദ്രവും BJP-യും തങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് മുനമ്പത്തെ ജനത മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, കോടതിയിൽ കേസ് പരിഗണിച്ച് കേസിലെ വാദങ്ങളും കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള നിരീക്ഷണങ്ങളുമൊക്കെ കേട്ടതോടുകൂടി സംഘികളും കൃസംഘികളും ഒക്കെ തലയിൽ മുണ്ടിട്ട് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിന്നൊക്കെ ഓടി ഒളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കേസ് കോടതിയിൽ പരിഗണിച്ച് കേസ് കേൾക്കുന്നതുവരെ എന്തൊക്കെയായിരുന്നു വീരവാദം, എങ്ങനെയൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയ ഇടങ്ങളിലൂടെ വെറുപ്പും വിദ്വേഷവും സംഘികളും കാസക്കാരും കൃസംഘികളുമൊക്കെ അഴിച്ചുവിട്ടിരുന്നത്. പാർലമെന്റിലും രാജ്യസഭയിലും ബില്ല് അവതരിപ്പിച്ച് പാസ്സായപ്പോൾ ഞങ്ങൾ ജയിച്ചേ, ഭാരതം ജയിച്ചേ എന്ന് മുദ്രാവാക്യം വിളിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയവർ, അതിനെയൊക്കെ പിന്തുണച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു പറ്റം സഭക്കാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. മുനമ്പം ഇത്രയും സങ്കീർണമാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് എന്നതുകൂടി നമ്മൾ ഈ ചർച്ചയ്ക്കിടയിൽ പറയാതിരുന്നുകൂടാ. BJP-ക്ക് മുതലെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു കേരളത്തിലെ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ. മുസ്ലിം ലീഗും UDF-ഉം സ്വീകരിച്ച നിലപാടിനെ പലരും ഇപ്പോൾ പ്രശംസിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നു. വഖഫ് ഭേദഗതി ചെയ്യുന്ന ബില്ല് പാർലമെന്റിലും രാജ്യസഭയിലും അവതരിപ്പിച്ചപ്പോൾ മുസ്ലിം ലീഗും മറ്റ് പ്രതിപക്ഷ കക്ഷികളും സർവശക്തിയും എടുത്ത് പോരാടി. പിന്നെ പ്രതിപക്ഷ കക്ഷികളും സംഘടനകളും ഒക്കെ നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണുണ്ടായത്. ആ പോരാട്ടത്തിന്റെ മുൻപന്തിയിലും മുസ്ലിം ലീഗ് തന്നെയാണ് തലയെടുപ്പോടെ നിൽക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭ സംഗമവും മുസ്ലിം ലീഗിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. കേരളത്തിനകത്തും പുറത്തുമുള്ള പത്രമാധ്യമ ചാനലുകളൊക്കെ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയ ജനസാഗരത്തെ നോക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പ്രക്ഷോഭ സമരത്തെ വിലയിരുത്തിയത് അങ്ങനെയാണ്. അങ്ങനെ മുസ്ലിം ലീഗ് നിയമപരമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന പോരാളിയായ അഭിഭാഷകനെ മുസ്ലിം ലീഗ് അതിന്റെ പോരാട്ടത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. ആ നിയമ പോരാട്ടത്തിന് മുസ്ലിം ലീഗ് തുടക്കം കുറിച്ചു. മുസ്ലിം ലീഗിന്റെ ആ നിയമ പോരാട്ടവും മുസ്ലിം ലീഗ് ലക്ഷങ്ങളെ അണിനിരത്തി കോഴിക്കോട് നടത്തിയ ആ വഖഫ് പ്രക്ഷോഭ സംഗമവും ഒരു കൂട്ടം ആളുകൾക്ക് കണ്ണിൽ പിടിക്കാതെ പോയി. ദോഷമൊന്നും പറയരുതല്ലോ, അത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ഹൃദയത്തിലേറ്റി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്തായി പൊട്ടിമുളച്ചു വന്ന മരസ്ത എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ പ്രവർത്തകന്മാർക്കാണ്. എന്താണ് ഈ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയകളിൽ മുസ്ലിം ലീഗിന്റെ വഖഫ് പ്രക്ഷോഭത്തെക്കുറിച്ചും മുസ്ലിം ലീഗ് കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തെക്കുറിച്ചുമൊക്കെ ഈ കൂട്ടര് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ
സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ RSSനേക്കാളും കാസയേക്കാളും വെറുക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് ഈ മരസ്ഥ വിഭാഗം എന്നുള്ളത് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോവാതിരിക്കാതെ വയ്യ. ഇവരാണത്രേ സമസ്തയുടെ അട്ടിപ്പേർ അവകാശം ചുമന്ന് നടക്കുന്നവർ. ഈ 2 ദിവസം സോഷ്യൽ മീഡിയകളിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രൊഫൈലുകളിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പോസ്റ്റുകളും കുറിപ്പുകളും അത് നിങ്ങൾ വായിക്കുമ്പോൾ, അത് നിങ്ങൾ കാണുമ്പോൾ ഈ വിഭാഗം RSSനേക്കാളും കാസയേക്കാളും വെറുക്കപ്പെടേണ്ട വിഭാഗമാണ് എന്നുള്ളത് നിങ്ങൾക്കും ബോധ്യപ്പെടും.